ദേ ഒരു പഴയ ജീൻസും പഴയ ഷർട്ടും എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് അടുക്കളയിലും പിന്നെ പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന 2 സാധനങ്ങൾ ഉണ്ടാക്കാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഷർട്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന സാധനം ചെയ്യുന്നത്. അത് നമുക്ക് രണ്ടാമത് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ജീൻസ് വെച്ചിട്ട് പുറത്ത് പോകുമ്പോൾ ആവശ്യമുള്ള ഒരു സാധനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ നിവർത്തിയിടണം. ഇതാ നമ്മളിത് മുറിക്കാൻ പോവാണ്. ഇതിൻ്റെ കാലിൻ്റെ ഇവിടം വെച്ചിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ജോയിൻ്റായിട്ട് നിൽക്കുന്ന അവിടെ കൂടെ കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഒരേ ലെവലിലാണ് വേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ കറക്റ്റ് നേരെ വെച്ചിട്ട് കൂടുതലായിട്ട് നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. കണ്ടോ, ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പഴയ ജീൻസൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. നമ്മൾ കളറൊക്കെ പോയതോ അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാതെ വെക്കുന്ന ഒരുപാട് ജീൻസ് ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഒരു സൂചി. കുറച്ച് വലിയ സൂചി എടുക്കുന്നതാണ് നല്ലത്. ജീൻസ് ആയതുകൊണ്ട് നമുക്കതിൽ തുന്നാനായിട്ട് കുറച്ച് പാടാവും. ഇത് നമ്മൾ തുന്നാനായിട്ട് നൂല് കോർക്കുവാണ്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അറ്റത്തൊരു കെട്ടിട്ട് കൊടുത്തു. ഇനി എന്താ, നമ്മളിത് മറിച്ചെടുക്കണം. മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത അറ്റം സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചു കൊടുക്കണം. ഈ അറ്റത്തെത്തുമ്പോൾ നമുക്ക് ഒരു കെട്ടിട്ട് കൊടുക്കാം, അഴിഞ്ഞു പോകാതിരിക്കാൻ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു മിനിറ്റ്, അതുകൊണ്ട് നമുക്ക് തുന്നി കഴിയും. ഈ പടിയിൽ നമുക്കൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. നമുക്ക് അതിനുള്ളിൽ കൂടെ ഒരു ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇവിടെയും ഇപ്പുറത്തും. അപ്പോൾ നമ്മൾ ഈ ഹോളിലൂടെ ഒരു ഇലാസ്റ്റിക് കയറ്റുവാണ്. ഇനി ചില ജീൻസ് ഉണ്ടല്ലോ ഇവിടെ ഓൾറെഡി ഇങ്ങനെ ചുരുക്കുള്ളത്, ഇലാസ്റ്റിക് ഉള്ളത്, അങ്ങനത്തെ ആണെങ്കിൽ നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഇതേ ഇലാസ്റ്റിക് നമ്മളിങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതേ ഉള്ളൂ. ഇനി ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഈ കോർണർ ഉണ്ടല്ലോ 2 സൈഡും, അത് നമ്മൾ നിവർത്തി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വിടർത്തിയിട്ട് ഇങ്ങനെ പിടിക്കണം. കണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തയ്ച്ചെടുക്കണം. ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും കൂടെ ചെയ്ത് കൊടുക്കണം. ദേ ഈ സൈഡ് നമ്മൾ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ലൈൻ ഇടേണ്ട കാര്യമില്ല, നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എവിടെ വെച്ചാൽ തയ്ക്കേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈൻ ഇട്ടിട്ട് തയ്ച്ചു കൊടുക്കാം. ദേ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ പീസ് നമുക്ക് ആവശ്യമുണ്ട്. ഇതിൽ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ആ ഒരു ഭാഗത്ത് 2 സൈഡിലും ഒരു ഇത്രയും വിട്ടെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തത് മറിച്ച് വെച്ച് ഇങ്ങനെ മടക്കിയിട്ട് തയ്ക്കണം. നമ്മൾ നേരത്തെ സ്ക്രഞ്ച് ഉണ്ടാക്കിയപ്പോൾ ചെയ്തില്ലേ അതുപോലെ തന്നെ. ഇത് നമുക്ക് മറിച്ചെടുക്കണം. മറ്റേ ഈർക്കിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് കുറച്ചുകൂടെ കട്ടിയുള്ള തുണി ആയതുകൊണ്ട് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ലെയറിൽ ഒരു പിന്ന് കുത്തി കൊടുത്തിട്ട് അതിങ്ങനെ മടക്കി ഉള്ളിലേക്ക് ആക്കി ഇങ്ങനെ ചുരുക്കി മറിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ മറിച്ചെടുക്കണം. ഒരെണ്ണം കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണം നമുക്ക് വേണം. നമുക്ക് ആ പിന്നൂരി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിരുന്ന ആ പാർട്ട് ഉണ്ടല്ലോ അതിങ്ങെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഈ ഇലാസ്റ്റിക്കൊക്കെ വെച്ച് പിടിപ്പിച്ച ആ പോർഷനിൽ നമുക്കിതിങ്ങനൊരു ഇങ്ങനെ വള്ളി പോലെ തയ്ച്ച് പിടിപ്പിക്കാം. ഇത് ഈ സൈഡിലും മറ്റേ വള്ളി അപ്പുറത്തെ സൈഡിലും. അപ്പോൾ നൂലൊക്കെ കോർത്തിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. ഇച്ചിരി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ തയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് വരുമ്പോൾ പെട്ടെന്ന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഒരു സൈഡ് വെച്ചു, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും കൂടെ തയ്ച്ചു കൊടുക്കണം. ഇതിപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഒരു ബാഗാണ് ചെയ്യുന്നതെന്ന്. നല്ലത് മറിച്ചെടുക്കുമ്പോഴേ ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് നമുക്ക് കാണാൻ പറ്റും. ഇനിയാണ് നമ്മൾ ഇതെങ്ങനെയാണ് സംഭവം ഇരിക്കുന്നതെന്ന് കാണാൻ പോകുന്നത്. നമുക്കിത് മറിച്ചെടുക്കാം. തയ്ച്ച എഡ്ജസ് ഒക്കെ ഒന്ന് നന്നായിട്ട് നിവർത്തിയെടുക്കണം, എന്നാലേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. കണ്ടോ, നല്ലൊരു അടിപൊളി ബാഗായിട്ടുണ്ട്. ഇത് കണ്ടാൽ പെട്ടെന്ന് അങ്ങനെ ജീൻസ് വെച്ച് തയ്ച്ചാന്നൊന്നും അറിയത്തില്ല. ജീൻസിൻ്റെ മെറ്റീരിയലുള്ള ഒരു അടിപൊളി ബാഗായിട്ടേ തോന്നുള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് എല്ലായിടത്തും പോകുമ്പോഴൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഈ പോക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഈ പോക്കറ്റിലും ഒക്കെ സാധനങ്ങൾ ഇടാം. അങ്ങനെ പിന്നെ മെയിനായിട്ട് ഒരു അറയിലുണ്ടാവും.
അങ്ങനെ യൂസ് ചെയ്യും. ഞാൻ ഇലാസ്റ്റിക് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നിൽക്കാനാണ്, അപ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ, അതില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും.